ഹലോ ഗായ്സ്, അപ്പോൾ അതാ സാറ്റർഡേ ആയിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പുട്ടും നല്ല ബീഫ് കറിയാണ്. അപ്പോൾ അതാ ഞാൻ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് എന്ത് സ്മെല്ലാണെന്നറിയാവോ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു മണമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് സവാള കൂടിയിട്ട് അതങ്ങനെ വഴറ്റാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മസാല മിക്സ് അതാണ് കേട്ടോ ഇന്നത്തെ പ്രത്യേകത. അപ്പോൾ ഞാൻ എന്താ ഒരു മിക്സിയിലേക്ക് നമ്മുടെ കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, പിന്നെ നമ്മുടെ പെരുംജീരകം ഇതൊക്കെ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ ഒരു കൈക്കണക്കാണ് കേട്ടോ, അങ്ങനെ ഇന്ന ഇത്ര ടീസ്പൂൺ അങ്ങനെയൊന്നുമില്ല, ഏകദേശം. പിന്നെ നമ്മുടെ ജാതിപത്രി അതും, പിന്നെ 2-3 ഏലക്ക കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് ആദ്യം പൊടിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമ്മളുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഏട്ടനുണ്ടല്ലോ, കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ എൻ്റെ ഏട്ടനുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വീഴാൻ പോയപ്പോൾ ഒന്ന് കൈ കുത്തിയതാണ്. അങ്ങനെ ഒരു ചെറിയ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്താ വീഡിയോ ഇടാത്തേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സംഭവം ഇതാണ് കേട്ടോ കാര്യം, ഞാൻ കുറച്ച് ഓട്ടത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് കറിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മൾ അരച്ചെടുത്ത മസാല നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റാം. പിന്നെ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് കഴുകി ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിലിട്ടൊന്ന് വഴറ്റി എന്താ പറയുക, ഒരു പച്ച മണമൊക്കെ അങ്ങോട്ട് മാറണ വരെ ഒന്ന് വഴറ്റി കേട്ടോ. എന്നിട്ട് ഇനി നമ്മുടെ ബീഫ് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഉണ്ടാക്കുമ്പോൾ സമയം 10:30 മണിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ ഈ അരപ്പിലിട്ട് ബീഫ് വേവിക്കണം, അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ്. പക്ഷേ ഇന്ന് എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ബീഫ് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഞാൻ വേവിച്ച ബീഫ് ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് ആ ഗ്രേവിയൊക്കെ ആ ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ബീഫ് കറി റെഡിയായിട്ടുണ്ട്, പുട്ടും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നല്ല പുട്ടും ബീഫ് കറിയും. അപ്പോൾ ഏട്ടനെ വാരി കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ഇന്നത്തേക്ക് വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.